നമസ്കാരം. കേരളത്തിൽ നിന്നും മൂകാംബികയിലേക്കും മുരുടേശ്വരത്തേക്കും പോകാൻ ഒരു പുതിയൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. അതേതാണെന്ന് പരിചയപ്പെട്ടാലോ? ഞങ്ങളിപ്പോൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടം വരെ ഞങ്ങൾ എത്തിയത് നിങ്ങൾ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വാ. സമയം 5:40. ഞങ്ങളുടെ നാടായ നർക്കിലക്കാടിലെ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്. ഇത് നർക്കിലക്കാട് നിന്ന് മംഗലാപുരം പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇത് ഇവിടെ തന്നെ നിർത്തുന്ന വണ്ടിയാണ്. ഐ ലവ് മൈ KSRTC എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മംഗലാപുരത്തേക്ക് ഡയറക്റ്റ് പോകാനുള്ള ബസ് ഇത് 6:50 ഇവിടുന്ന് എടുക്കുക. അതുപോലെ നമുക്ക് പോകാനുള്ള ബസ് ചിറ്റാരിക്കാലിൽ നിന്ന് വരുന്നതാണേ. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഇവിടെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. അവിടെ ഒരു വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയാണുള്ളത്. അങ്ങ് അവിടെയാണ് ബസ് ഇറങ്ങിയത്. ഇപ്പോൾ 6:50. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്നിലോട്ട് ഇനിയിപ്പോൾ നമുക്ക് പോവാം. കാരണം നമ്മുടെ ട്രെയിൻ വരാൻ ഇനിയും ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയണ്ടേ? അതായത് ഹൈദരാബാദിലത്തെ കാച്ചുകുട്ടയിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 6:05 മംഗളൂരു സെൻട്രലിലേക്ക് പുറപ്പെടുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ മംഗളൂരു പോകുന്ന വണ്ടി ഇപ്പം മുരുടേശ്വരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെത്തുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെയാണ്. നമ്മളെ നീലേശ്വരം രാവിലെ 7:10 നമ്മളെ വണ്ടി ഉള്ളത്. അതായത് ഇപ്പോൾ ആ വണ്ടി ഓടുന്നത് കാച്ചുകുട ടു മുരുടേശ്വരം. സമയം 7:10. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയവാഡ WP4 ലോക്കോമോട്ടീവ്. അൺറിസർവ്ഡിലൊക്കെ തിരക്കുണ്ട് കേട്ടോ. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പറിലാണ്. S7 ഈ ഒരു കോച്ചിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. 7:12 നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കാഞ്ഞങ്ങാടാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ കയറിയത് S4ലാണ്. ഒരു 3 കോച്ചും കൂടെ ആവാനുണ്ട്. അതിൻ്റെ അകത്തൂടെ നടക്കാം. നീലേശ്വരം അതുപോലെ തന്നെ ഇതിൻ്റെ വാഷ് ബേസ് ഒക്കെ കണ്ട ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോടെ തന്നെ നമുക്ക് നടന്നിട്ട് പോകാം. തിരക്കൊന്നുമില്ല കേട്ടോ ട്രെയിനില്. 7:27 കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ്. മംഗളൂരു സെൻട്രൽ താമ്പരം എക്സ്പ്രസ്. ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:42. നേത്രാവതി
നേത്രാവതി ക്യാബിനാണിത്. ഈ മുന്നിൽ കാണുന്ന ട്രാക്കില്ലേ, അത് നേരെ മംഗളൂരു ജംഗ്ഷൻ ഉടുപ്പി അങ്ങനെ പോകുന്നത്. നമ്മളെ ട്രെയിൻ നേരെ പോകുന്നത് മംഗളൂരു സെൻട്രൽ, അവിടുന്ന് ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ട്രാക്ക് വഴി പോകും. മംഗളൂരു ജംഗ്ഷൻ സൈഡിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ട്. മുംബൈ ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. സെൻട്രലിൽ നിന്ന് ജംഗ്ഷനിലേക്ക്, അതായത് ഉടുപ്പി ഭാഗത്തേക്ക് പോകുന്ന ലൈൻ ഇതാണ്. അപ്പോൾ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് ഗോവ വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരതിൽ വലിയ റഷൊന്നുമില്ല. എട്ട് 40 മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 9:40 നമ്മളെ ട്രെയിൻ എടുക്കുള്ളൂ. ഇത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. മംഗലാപുരം എത്തിയ ശേഷം ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചയാണ്. മൊത്തത്തിൽ കാലിയായിട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് ആരും തന്നെ ഇല്ല. നമ്മുടെ ബെർത്ത് 32, ഒരു സൈഡ് അപ്പറും അതുപോലെ തന്നെ 34, ഒരു മിഡിൽ ബെർത്തുമാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 120ഓളം ബെർത്തുകൾ അവൈലബിൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ സൈഡിൽ ഓവർ സൈഡ് അപ്പർ ഓപ്ഷൻ കൊടുത്തു. സൈഡ് അപ്പർ കിട്ടി, സൈഡിൽ ഓവർ കിട്ടിയില്ല. സൈഡിൽ ഓവറിന് പകരം കിട്ടിയത് മിഡിൽ ബെർത്ത്. അതാണ് പല യാത്രകളിലും ഞങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതലും മിഡിൽ ബെർത്താണ്. പിന്നെ എന്ത് ചെയ്യാനാണ്. പക്ഷെ നേരെ വെച്ച് നമ്മളവിടെ അപ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 അപ്പർ ബെർത്ത് തന്നെ കിട്ടിയാനെ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരിക്കാം. കാരണം ഇഷ്ടംപോലെ ബെർത്തുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിൽ ഓവർ ആണെങ്കിൽ പോലും വേക്കൻ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്നായാലും നല്ല രീതിയിൽ തന്നെ ക്യാപ്ചറൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ അവിടുന്ന് റിമൂവ് ಆಯ್ತುಂಡು. ಪ್ರಯಾಣಿಕರೇ ದಯವಿಟ್ಟು ಗಮನಿಸಿ, ರೈಲು ಗಾಡಿ ಸಂಖ್ಯೆ 1, 2, 7, 8, 9 ಕಾಚಿಗುಡ ನಿಲ್ದಾಣದಿಂದ ಮುರುಡೇಶ್ವರ್ ನಿಲ್ದಾಣಕ್ಕೆ ಹೋಗುವ ಕಾಚಿಗುಡ ಮುರುಡೇಶ್ವರ್ ಸೂಪರ್ ಫಾಸ್ಟ್ ಎಕ್ಸ್ಪ್ರೆಸ್ ಪ್ಲಾಟ್ಫಾರ್ಮ್ 4ನಲ್ಲಿ ನಿಂತಿದೆ. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്, കാച്ചിഗുഡ മുരുടേശ്വർ. ട്രെയിൻ നമ്പർ വരുന്നത് 127-89. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ 127-90. അതുപോലെ ഇത് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. കാച്ചിഗുഡയിൽ നിന്ന് മധുരയിലേക്കുള്ള എക്സ്പ്രസ് ആയിട്ടും. അതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരാഴ്ച മുന്നെയാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ബെർത്തുകൾ ഉണ്ടായിരുന്നു. നമുക്ക് നീലേശ്വരത്ത് നിന്ന് മുരുടേശ്വരം വരെ 235 രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ടിക്കറ്റ് ചാർജ്. പിന്നെ ഇന്ന് ബുധനാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത്. ശനിയാഴ്ച ആണെങ്കിൽ കുറച്ച് തിരക്കുണ്ടാവും എന്തായാലും, കാരണം ലീവുള്ള ദിവസമാണല്ലോ. അതെ, ശനി ഞായർ മൂകാംബികയിലേക്കായാലും നല്ല തിരക്ക് വരും. ഇതൊരു ഇട ദിവസമായതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക കാര്യമില്ലാത്ത തിരക്ക് അനുഭവപ്പെടാത്തത്. അതുപോലെ തന്നെ ഈ ട്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ തന്നെ ഇവിടുന്ന് മംഗളൂരിൽ നിന്ന് ഹൈദരാബാദിലെ കാച്ചിഗുഡ വരെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ തന്നെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടായത്. ഇവിടം വരെ വണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വർഷം തന്നെ സെപ്റ്റംബർ 11 ഇത് മംഗളൂരിൽ നിന്ന് മുരുടേശ്വറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഒരുപാട് തവണ ആഗ്രഹിച്ചാണ് ഇതിൽ നിന്ന് പോകുന്നത്. കാരണം നമ്മുടെ ഈ ഒരു മലബാർ റീജിയനിലുള്ളവർക്ക് മുരുടേശ്വരം പോകാനായാലും മൂകാംബിക പോകാനും ഒരുപാട് ഹെൽപ്ഫുൾ ആയൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 6 സമയത്ത് നമ്മുടെ ഹൈദരാബാദ് കാച്ചിഗുഡയിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം അതായത് ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെയാണിത്, വെളുപ്പിനാണിത് കേരളത്തിലെത്തുന്നത്. അതിൻ്റെ ഒരു ടൈമിംഗ് പറയുകയാണെങ്കിൽ വെളുപ്പിന് 2:30 ഇത് പാലക്കാട് ജംഗ്ഷനിലെത്തുന്നത്. അതിനുശേഷം ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി,
കണ്ണൂർ, പയ്യന്നൂർ, നമ്മുടെ നീലേശ്വരം, അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വരുന്ന സ്റ്റോപ്പ്. പിന്നെ ഇത് മുരുടേശ്വരം എത്തുമ്പോഴത്തേക്കും കുറച്ച് ടൈം വരും. കാരണം എന്താ പറഞ്ഞാൽ ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ഉപകാരം കേരളത്തിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, വടക്കൻ മലബാറുകാർക്കാണ് ഏറ്റവും ഉപകാരം. 9:45 മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസ് ആണ്. തിരക്കേയില്ല, നല്ല സമാധാനപരമായിട്ട് തന്നെ യാത്ര ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാം. പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുത്തത് കിട്ടാതെ നിൽക്കുമ്പോഴുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ ഒരു റോ മുഴുവനും വേക്കൻ്റാണ്, ഇതും വേക്കൻ്റാണ്, അതും വേക്കൻ്റാണ്, അതിൻ്റെ അപ്പുറത്തും വേക്കൻ്റാണ്. അതിൻ്റെ അപ്പുറത്ത് മാത്രം ഒരു 3 ആൾക്കാരുണ്ട്. സൈഡിലോവറൊക്കെ മുഴുവനും വേക്കൻ്റ് തന്നെയാണ്. വിജയപുര മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ ട്രെയിൻ. മംഗളൂരു ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ാണ് മഡ്ഗാവ് മംഗളൂരു. സൂറത്ത് കല്ല് നമുക്കിപ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. മുംബൈ ലോകമാന്യത്തിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് അതങ്ങനെ വരുന്നുണ്ട്. അതെ, വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളത്തെത്തും. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉടുപ്പി പോലും സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണ് ഈ ദുരന്തം. ഫുഡടക്കം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. ട്രെയിൻ ഇപ്പം നന്ദിക്കൂർ എന്നുള്ളൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി നിർത്തിയത് ക്രോസിങ്ങിനാണ്. ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ഇവിടെ ഈ JCB ഉപയോഗിച്ച് മെറ്റൽ ഈ ട്രെയിനിലേക്ക് കയറ്റുകയാണ്. രാജധാനി ഇപ്പോൾ ഇതുവഴി കടന്നു വരും. രാജധാനി വരികയാണ്. രാജധാനി എക്സ്പ്രസ് പോയിട്ട് 10 മിനിറ്റ് എന്നിട്ട് നമ്മൾ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. അതിന് വേറൊരു റീസൺ ഉണ്ട്. എന്താ അറിയോ, നമ്മളെ വണ്ടീനെ ഒരു ട്രെയിൻ ഓവർടേക്ക് ചെയ്യും. SMVT ബംഗളൂരിൽ നിന്ന് മുരുടേശ്വരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്. അത് ഇതുവഴി 1 മണിക്കൂർ മുമ്പേ കടന്നു പോകേണ്ടതാണ്. ആ ട്രെയിൻ ഇപ്പോൾ 1.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഉള്ളത്. ഒരു 8 കിലോമീറ്റർ പുറകിൽ, നമ്മുടെ ട്രെയിനിൻ്റെ പുറകിൽ അതന്നെ ഉണ്ട്. മിക്കവാറും അതന്നെ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത് പോവും. ട്രെയിൻ വരുന്നുണ്ട്. സകലേഷ്പൂർ സുബ്രഹ്മണ്യ റോഡ് വഴി വരുന്ന വണ്ടിയാണ്. മംഗലാപുരത്ത് തന്നെ നമ്മളെ വണ്ടി പുറപ്പെടുന്ന സമയത്താണ് ഇത് അവിടെ എത്തിയത്. ഞങ്ങളിതിന് ട്രാവൽ ചെയ്തിട്ടുണ്ട് SMVT ബംഗളൂരിൽ നിന്ന് മംഗലാപുരം വരെ. ഇത് തന്നെയാണ് ആദ്യം മുരുടേശ്വരം എത്തേണ്ടത്.
ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി, പടുബിദ്രി. ഇവിടെ നിർത്താൻ കാരണം മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അതിപ്പോൾ ഇതുവഴി കടന്നു വരും. പന്ത്രണ്ട് 10 ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പൊ കുന്താപുര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ തിരികെയാണ്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. സമയം 1:25. മൂകാംബിക റോഡ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂകാംബികയിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഒരുപാട് പേര് ഈ ട്രെയിനിൽ നിന്ന് വന്നവർ ഇവിടേക്ക് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ ഭാവ്നഗർ കൊച്ചുവേളി എക്സ്പ്രസ് വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല, ഒറ്റ ട്രാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയായി ബസ് സ്റ്റാൻഡും. ഒരു 750 മീറ്റർ നടന്നു പോകാനുള്ളതുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലൂരേക്കുള്ള ബസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു 28 കിലോമീറ്റർ, ഒരു 40-45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കൊല്ലൂർ എത്തും. പ്രൈവറ്റ് ബസ്സുകൾ കിട്ടും. പിന്നെ സമയമൊക്കെ ഉണ്ട്. രാവിലെ എനിക്കൊന്ന് നമ്മൾ അതിരാവിലെ ഒന്ന് ഇറങ്ങിക്കാൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ 6 മണിയൊക്കെ 7 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയും കിട്ടണമെന്നില്ല. പിന്നെ ഇവിടെ കാണിക്കാൻ കാരണം ഇവിടെ നമുക്ക് ക്രോസിങ് അങ്ങനെ എന്താ പറയുക ഓവർടേക്ക് ഒന്നും ഈ ബൈന്ദൂർ റോഡ് നടക്കൂല. മാത്രമല്ല ഇവിടെ നിങ്ങൾ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ടാക്സിയും കിട്ടും, ഓട്ടോയും കിട്ടും. മലനിരകളാണ് മുഴുവനും. ട്രെയിൻ ഇപ്പോൾ ബത്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇതാ ബത്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് ഇനി നമുക്ക് ഇറങ്ങാനുള്ള മുരുടേശ്വരം. അങ്ങനെ യാത്ര ചെയ്ത് മുരുടേശ്വരത്ത് ഇതാ എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരത്തായി ശിവപ്രതിമയും ക്ഷേത്രത്തിൻ്റെ ഗോപുരവും നമുക്ക് കാണാം. സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീലേശ്വരത്ത് നിന്നും 241 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:05 സമയം. ഈ ട്രെയിൻ തന്നെ ആകെ 1700 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടുന്നുണ്ട് കാച്ചിഗുഡയിൽ നിന്ന്. ഇവിടുന്ന് കാണുന്ന കാഴ്ച കണ്ട മുഴുവനും മലനിരകളാണ്. ചുറ്റും നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. മംഗലാപുരം സെൻട്രലിൽ നിന്ന് ലോക്കോ റിവേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ ലോക്കോ ചേഞ്ചും കൂടെ വന്നിരുന്നു. ലല്ലാഗുഡേൻ്റെ WP7 ആണ് ഇപ്പോൾ ലോക്കോമോട്ടീവ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെയ് ബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ ഉള്ളത് തെലുങ്കാണ്, പിന്നെ ഹിന്ദി ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്. തമിഴ്നാട്ടിലൂടെ പോകുന്നതുകൊണ്ട് തമിഴുണ്ട്, കർണാടകയിലേക്ക് വരുന്നതുകൊണ്ട് കന്നഡയുണ്ട്. പക്ഷേ കേരളത്തിലോട് ഓടുന്നതുകൊണ്ട് ഇതിൽ മലയാളമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു മിസ് തന്നെയാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഇതാ മുരുടേശ്വർ എന്നുള്ള ഒരു നെയിം ബോർഡ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെയൊക്കെ മുഴുവനും കാട് കയറിയിരിക്കുകയാണ്.
ഈ വണ്ടി ഇന്ന് തന്നെ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്, കാച്ചിഗുഡയിലേക്ക് പോകുന്നുണ്ട്. 3:30ക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. അപ്പൊ 3:30 കയറിയിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 9:15 കൂടി നമ്മുടെ നീലേശ്വരം എത്തും. പിന്നെ അറിയാലോ അതിന്റെ ടൈം ടേബിൾ നമ്മുടെ മംഗളൂരിൽ നിന്ന് കാച്ചിഗുഡ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മുരുടേശ്വരിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് ട്രെയിനുകളുണ്ട്, വില എണ്ണാൻ പറ്റുന്ന ട്രെയിനുകളുള്ളൂ. അതുപോലെ ഇത് പറയുവാണെങ്കിൽ നമ്മുടെ കൊച്ചുവേളി ശ്രീഗംഗാനഗർ വണ്ടി, അതുപോലെ തന്നെ നാഗർകോവിൽ ഗാന്ധിധാം, എറണാകുളം പൂനെ, പിന്നെ ഡെയിലി വേറെ ട്രെയിൻ ഉണ്ട് തിരുവനന്തപുരം LTT ലോകമാന്യത്തിലേക്ക് പോകുന്ന നേത്രാവതി, പിന്നെ ഈ ഒരു വണ്ടി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു വ്യൂ കാണുന്നത്. ഇവിടെ നടുക്കൊരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഭാവ്നഗറിന്ന് തിരുവനന്തപുരം നോർത്ത് നമ്മുടെ കൊച്ചുവേളിയില്ലേ അവിടത്തേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയ നമ്മുടെ മുരുടേശ്വരം എക്സ്പ്രസ് ഇപ്പോൾ SMVTയിലേക്ക് പോവുകയാണിത്. ഇതിപ്പോൾ പുറപ്പെടും ഇവിടുന്ന്. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഒരു ഭാഗം വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്ഷേത്ര ഭാഗത്തേക്കും ബീച്ചൊക്കെ ഉള്ള ഭാഗത്തേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓട്ടോ ആക്കാം. അതിന് പുറമെ തന്നെ നമ്മുടെ ക്ഷേത്ര ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ മെയിൻ ഒരു കവാടമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ബസ്സും കിട്ടും ഓട്ടോയും കിട്ടും. ഇത് തൊട്ടടുത്ത് തന്നെയാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ മെയിൻ ഒരു റോഡ് കാണും. അത് നേരെ കാർവാർ ഗോവ ഭാഗത്തേക്കുള്ള റൂട്ടാണ്. നേരെ ഇങ്ങനെ പോയി നമുക്കിങ്ങനെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ഓട്ടോകളുണ്ട്, ബസ്സൊന്നും കാണുന്നില്ല. ഓട്ടോ ആക്കിയിട്ട് പോവാം. മുരുടേശ്വരം ടൗൺ ഭാഗമൊക്കെ വരുന്നത് ഇവിടെയാണ്. ഓട്ടോക്ക് 50 രൂപയാണ് ആയത്. ഇനിയിപ്പോൾ ക്ഷേത്രം ഉള്ളത് ഇവിടെയാണ്. മുരുടേശ്വരം വഴി ട്രെയിനിൽ കടന്നു പോകുമ്പോൾ മെയിനായിട്ട് കാണുന്നത് ഈ ഒരു വലിയ രാജഗോപുരമാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ രാജഗോപുരമാണിത്. 1ാമതായി വരുന്നത് തമിഴ്നാട്ടിലെ ശ്രീരംഗത്തുള്ള രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ്. 249 അടി ഉയരമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ തന്നെ ലിഫ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് താഴെ 2 ആനകളുടെ പ്രതിമകൾ കൂടിയുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് പേര് തന്നെയൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ ലഗേജ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയാണ് ബീച്ച് വരുന്നത്. തൊട്ട് മുന്നിൽ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഈ രാജഗോപുരം വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഇത്ര അടി ഉയരാണെന്ന് നോക്കിയേ. ഇനി ഇതുവഴി തന്നെ നേരെ നമുക്ക് ശിവപ്രതിമ കാണാൻ പോവാം. ഗോപുരത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ശിവപ്രതിമയും വരുന്നത്. ഗോപുരമുള്ള ആ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇതുവഴി നടന്ന് കയറി ഇവിടെ എത്തി. ഇനിയിപ്പോൾ കുറച്ചും കൂടെ നടന്ന് കയറാനുണ്ട്. കയറി വരുമ്പോൾ ഇവിടെ തന്നെ നന്ദിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ശിവപ്രതിമേൻ്റെ വലിയ വ്യൂ കിട്ടുന്നത്. മുഴുവനും വലം വെച്ച് നമുക്ക് വരാം. ഇതിലൂടെ നടന്നുകൊണ്ടൊരു വഴിയുണ്ട്. അങ്ങനെ നടന്ന് ശിവപ്രതിമയുടെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നേരത്തെ രാജഗോപുരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശിവപ്രതിമയും ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ ഉയരമേറിയ ശിവപ്രതിമയാണ്. അതിൽ 1ാമത്തെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ രാജസ്ഥാനിലെ നദ്വാരയിലത്തെ ശിവപ്രതിമയാണ് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയരമേറിയത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മുരുടേശ്വരത്തെ ശിവപ്രതിമേൻ്റെ ഉയരം വരുന്നത് 123 അടി, അതായത് 37 മീറ്ററാണ്. അതുപോലെ തന്നെ ഈ ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ പേര് വരുന്നത് കന്തുകഗിരി എന്നാണ്. നമ്മുടെ കടലിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ചെറിയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശിവനാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യപ്രതിഷ്ഠ. ശിവൻ അറിയപ്പെടുന്നത് മൃഡേശ്വരൻ എന്ന ഒരു പേരിലാണ്. 3 ഭാഗങ്ങളും അറബിക്കടലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നമുക്ക് നേരെ ഇതിലൂടെ ഒന്ന് വലം വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ശിവപ്രതിമയും രാജഗോപുരവും കടൽ തീരവും എന്താ ഭംഗിയല്ലേ. ഇതിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ എത്താൻ പറ്റും. നമുക്ക് അവസാനം നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരുപാട് കാണേണ്ട മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇനി നേരെ അവിടത്തോട്ട് പോവാം. ഇവിടെ തന്നെ ഒരു രഥം കാണാം. തൊട്ട് ഇവിടെ തന്നെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാച്ചുവും കൂടെ നമുക്ക് കാണാം. ഇവിടെ ATM ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നവീൻ ബീച്ച് റെസ്റ്റോറൻറ്റ്. നവീൻ, നിൻ്റെ പേരിലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ.
അങ്ങനെ ഫേമസ് ആയ ആൾക്കാരുടെ പേരൊക്കെ ഒക്കെ ഓ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാ? പിന്നെ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നേരെ ഇതുവഴി അങ്ങനെ നടന്നു പോവാം. ഇവിടെ ഈ ബീച്ചിൻ്റെ ഭാഗത്തേ കൂടെ ഒക്കെ വണ്ടി എടുത്തിട്ട് പോകാം കേട്ടോ. അധികം ഇറക്കാൻ പറ്റില്ല, എന്നാലും ഇതാ ബസ്സൊക്കെ നിൽക്കുന്നുണ്ടാ. ഇവിടെ നോർമൽ ബീച്ച് പോലെ താന്നു പോലെ നമ്മുടെ ഒരു മിനി മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയും. ഇത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇവിടെ തന്നെ നമുക്ക് അതിലൂടെ നടന്നു പോകാനുള്ള ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറണമെങ്കിൽ തന്നെ നമുക്ക് പൈസയൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ സ്കൂബ ഡൈവ് ഒക്കെ ഉണ്ട്, പിന്നെ ബോട്ടിങ് അതെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് അങ്ങോട്ട് എടുക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. അങ്ങ് അവിടെ ഒരു കൂട്ടം കുതിര മാത്രമല്ല ഒട്ടവും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ബീച്ച് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് അങ്ങ് അവിടെ നിന്നൊക്കെ കുളിക്കുന്നുണ്ട്. ആകെയൊരു പ്രശ്നം, ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് അവിടെയാണ് വെയിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മുൻഭാഗത്തെ കാഴ്ച മുഴുവൻ ഇരുട്ടായിട്ടാണ് കാണുന്നത്. നല്ല വ്യൂ ആണ് നമ്മുടെ രാജഗോപുരത്തിൻ്റെ ആയാലും ശിവപ്രതിമേൻ്റെ ആണെങ്കിലും. ഞങ്ങളിപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ്, കാരണം ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഡയറക്റ്റ് കണ്ണിലേക്ക് തന്നെയാണ് വെയിലടിക്കുന്നത്. ഇത് അവിടെ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് സൂര്യൻ. കുറച്ചും കൂടെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിലല്ല ഈ ഒരു സൂര്യൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞു കിട്ടും. കുറച്ചും കൂടെ നല്ലതാണ് നടക്കാനൊക്കെ. അതുപോലെ തന്നെ രാത്രി നമ്മുടെ ആ ഗോപുരത്തിന്റെ അവിടെ ഒരുപാട് ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. കാരണം ഇപ്പം ഞങ്ങളൊരു രാവിലെ ഒരു 10 മണിക്കൊക്കെ മുമ്പേ വന്ന സമയത്ത് നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിയത്. അതായത് ഫോട്ടോ അടക്കം എടുക്കാൻ ഇപ്പൊ ഒന്നും പറ്റുന്നില്ല, എടുത്താൽ മൊത്തം ഇരുട്ട് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിക്കാകുമ്പോൾ കളർഫുള്ളാവും. ഇനി തിരിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ്സിന് പോവാം. ഫോട്ടോ ഒക്കെ തന്നെ തിരിച്ച് പോകണമെന്നില്ല. ഇവിടെ തന്നെ ഒരുപാട് റൂമുകൾ, ഇവിടെ ലോഡ്ജ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളെല്ലാം എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. മുരുടേശ്വരം ബസ് സ്റ്റാൻഡ് വരുന്ന ഇതാണ്. ബസ്സുകളൊക്കെ വളരെയധികം കുറവാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാലൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം, വരും നോക്കാം. പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ്. ഒരെണ്ണമല്ല 2 എണ്ണം വന്നിട്ടുണ്ട്. വേഗം ഒന്നിന് പോവാം, ഇതിൽ പോവാം. ബസ്സിന് വന്ന് ഇവിടെ ഹൈവേൻ്റെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരാൾക്ക് 10 രൂപയാണ് ആയത്, 2 പേർക്കും കൂടെ 20 രൂപയായി. നമ്മൾ അന്ന് മുരുടേശ്വരം വന്നിട്ട് കുന്താപുരം ഉടുപ്പി സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് അവിടെയാണ് ബസ് കാത്തുന്നത്. ഇതേ അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലാണ് മുരുടേശ്വരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വീണ്ടും നടന്ന് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊരു കൂട്ടയോട്ടമാണ്. ഒരു കൂട്ടം പശുക്കളത്രം ഒരുമിച്ച് അങ്ങ് ഓടി പോവുകയാണ്. കൊങ്കൺ റെയിൽവേയിലത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു ഷെഡില്ലേ, അടിപൊളിയാണ്. നല്ല രീതിയിൽ തന്നെ അവരത് ആക്കി എടുത്തിട്ടുണ്ട്. മഴയൊന്നും വന്നാൽ അതിൻ്റെ അകത്ത് പിന്നെ നനയൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ വന്ന് റെസ്റ്റൊക്കെ ചെയ്യാം. മൂകാംബികയിലേക്കും മുരുടേശ്വരത്തേക്കും വരാൻ പറ്റിയ നല്ല അടിപൊളി ട്രെയിനാണ് നമ്മളിന്ന് യാത്ര ചെയ്ത കാച്ചിഗുഡ മുരുടേശ്വരം ബൈ വീക്ക്ലി എക്സ്പ്രസ്. ശരിക്കും മലബാറുകാർക്കാണ് ഈ ഒരു ട്രെയിൻ കൊണ്ടുള്ള ഒരു നല്ലൊരു ഉപകാരം ഉണ്ടാവുന്നത്. ഇന്ന് ഞങ്ങൾ വന്നത് ബുധനാഴ്ച ആയതുകൊണ്ടാണ് കാര്യമായിട്ട് ഒരു എന്താ പറയുക തിരക്ക് ഫീൽ ചെയ്യാത്തത്. ഇത് ശനിയാഴ്ച ദിവസമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. കാരണം ശനി ഞായർ അവധി ദിവസമാണല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്ലാനിട്ട് യാത്രകൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ബാഗ് ഇട്ട് നടക്കുന്ന സമയത്ത് തന്നെ റൂം വേണമൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വന്നു. റൂമും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ തീർത്ഥാടന സ്ഥലം ആയതുകൊണ്ട് നോൺ വെജ് കിട്ടാത്ത അങ്ങനെയൊന്നുമില്ല. നോൺ വെജ് ഫുഡൊക്കെ ഹോട്ടലിൽ നമ്മൾ നോക്കി എല്ലാം ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർത്ഥാടന സ്ഥലം മാത്രമല്ല, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വിനോദ എന്ന് പറയുക ഈ വിദേശികളായിട്ടുള്ള സഞ്ചാരികളില്ലേ അവരടക്കം വരുന്നത്. കാരണം ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഗോകർണും അതുപോലെ തന്നെ ഗോവയിലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മുരുടേശ്വരമായിട്ട് വരുന്നവർ അതിൽ ഒരു കണക്ഷനാണ്. അതായത് നമ്മുടെ മൂകാംബിക, കൊടജാദ്രി, ഉടുപ്പി, ഈ മുരുടേശ്വരം ഒരു കണക്ഷനാണല്ലോ. അപ്പോൾ വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്യാം. നല്ലൊരു വണ്ടിയുമാണ്, നല്ലൊരു അടിപൊളി സ്ഥലവുമാണ്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റേഴ്സിനോട് ബൈ.